താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ. അല്ല താങ്കൾ പറഞ്ഞോളൂ. എനിക്കെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറയാം. കഴിച്ചു തീർക്കുക, കുടിച്ചു തീർക്കുക, ചെയ്തു തീർക്കുക, ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ ഒരു വാക്ക് പഠിച്ചാൽ മതി. ഈ ലോകത്ത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷകളിലൊന്നാണ് ഇംഗ്ലീഷ്. വിശ്വാസം വരുന്നില്ലല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം എന്നൊരു വാക്ക്, അതിൻ്റെ ഒരർത്ഥം തീർക്കുക, അവസാനിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി വാക്കുകൾ പറയാം. ഉദാഹരണത്തിന് ഒരു കുട്ടിയോട് കഴിക്ക് ഈറ്റ് എന്ന് പറയുന്നതിന് പകരം കഴിച്ചു തീർക്ക്, ഈറ്റ് ഇറ്റ് അപ്പ്, കുടിച്ചു തീർക്ക്, ഡ്രിങ്ക് ഇറ്റ് അപ്പ്, ഉപയോഗിച്ച് തീർക്കുക, യൂസ് അപ്പ്, അവസാനിപ്പിക്കുക, ഫിനിഷ് അപ്പ്, മൊത്തം ക്ലീനാക്കുക, ക്ലീൻ ഇറ്റ് അപ്പ്, മൊത്തം വൃത്തിയാക്കുക, ടൈഡി ഇറ്റ് അപ്പ്, ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കുക, വൈൻഡ് അപ്പ് എ മീറ്റിംഗ്, അല്ലെങ്കിൽ റാപ്പ് അപ്പ് എ മീറ്റിംഗ് എന്ന് പറയാം. നോക്കിയേ, അപ്പെന്ന ഒരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത്രയേറെ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാനാവും. ഒരു വാക്ക് നമ്മൾ പഠിച്ചാൽ അതുപയോഗിച്ച് നൂറുകണക്കിന് ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇംഗ്ലീഷിൽ. അതെ, നൂറുകണക്കിന് കട്ടിയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുന്നതിന് പകരം അപ്പോൾ പോലുള്ള ഒരു സിമ്പിൾ വാക്കിൻ്റെ ശരിയായ ഉപയോഗം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകാൻ കഴിയും. ഇതുപോലുള്ള സിമ്പിൾ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഫ്ലുവൻസി സാധ്യമാകാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഞാൻ ജോബി ആൽബി, നിങ്ങളുടെ ഫ്ലുവൻസി ആക്ടിവേറ്റർ.